യേശുവയുടെ നാമത്തിൽ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഞാൻ ഇന്ന് എന്നോട് പലരും ആവശ്യപ്പെട്ട ഒരു ചോദ്യം, ബൈബിളിലെ ഒരു വാക്യം വിശദീകരിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളെ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. സാധാരണ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയാറില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ചെയ്യാം. ലൈക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറയാം. ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റ് ഇതരം വീഡിയോയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ പറയാനായിട്ട് വന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. ഇത് ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കേണ്ട വേദവാക്യം, മണിക്കൂർ. പക്ഷേ ഈ മണിക്കൂറുകൾ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അനാവശ്യമായിട്ടൊന്നും പറയാതെ പെട്ടെന്ന് വാക്യത്തിലേക്ക് പോകുക. 20-ാം വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അറിയുന്നു, എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ. മനുഷ്യൻ മരിക്കും, മനുഷ്യൻ മർത്യനാണ്. ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പലരും വന്നിട്ട് എന്നോട് തർക്കിക്കാൻ വന്നു പേഴ്സണലി. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ജീവിതമില്ല, ജീവനോട് പിന്നെ ആളില്ലേ? ഇല്ല. ആര് പറഞ്ഞിട്ടുണ്ടാവും? മനുഷ്യൻ മർത്യനാണ്. അതാദ്യം മനസ്സിലാക്കണം. താൻ മാത്രം അമർത്യതയുള്ളവൻ. ദൈവത്തിന് മാത്രമേ കണ്ടിന്യൂറ്റി ഉള്ളൂ. ദൈവം മാത്രമാണ് അമർത്യൻ. പക്ഷെ മനുഷ്യന് അമർത്യത നൽകുക എന്നതാണ് ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം. അത്രേ ഉള്ളൂ. വേറെ ഗോസ്പൽ ഒന്നുമില്ല. ഗോസ്പൽ സിമ്പിളാണ്. ചില ആൾ പറയത്തില്ല, അയ്യോ അയാള് സ്വർഗത്തിൽ കാണുന്നു. ഒന്നുമില്ല, ഒരു സ്വർഗത്തിലും പോകത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കാത്ത ഒരാളും സ്വർഗത്തിലോ അത് മരണത്തിന് ശേഷമോ ഇല്ല. മരണാനന്തരം എന്ന് പറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ അത് യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ഇത് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ജീവങ്കിലേക്കുള്ള വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. നമുക്കെല്ലാവരോടും ഭയങ്കര സ്നേഹം കൂടിയിട്ട് നമുക്കിപ്പം എല്ലാവരെയും യേശു രക്ഷിച്ചു. എവിടുന്ന? എല്ലാവരെയും അങ്ങനെ യേശു രക്ഷിച്ചിട്ടൊന്നുമില്ല. ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അത് ശരിയാണ്. കാരണം ദൈവത്തിന് മനുഷ്യരോട് യാതൊരു പകയില്ല. ദൈവത്തിന് മനുഷ്യരോട് ഒരു വിരോധമില്ല. കാരണം ഏദനിൽ ആരംഭിച്ച ആ എനിമിറ്റി അവസാനിച്ചു. ദൈവത്തിനും മനുഷ്യർക്കും തമ്മിൽ യാതൊരു എന്താ പറയുന്നത് ശത്രുതയുമില്ല. കുരിശിൽ യേശു ക്രിസ്തു അത് ചെയ്തു. എന്തിനാ ഇത് ചെയ്തത്? ധൈര്യത്തോടെ ദൈവത്തെങ്കിലേക്ക് വന്ന്, സൃഷ്ടിതാവിലേക്ക് വന്ന് നിത്യജീവനെ പ്രാപിക്കാത്രേ ഉള്ളൂ. അപ്പൊ നിത്യജീവൻ നൽകുന്നതാണ് സുവിശേഷം. നിത്യജീവന്റെതാണ് സുവിശേഷം. അല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കാണും. യേശു ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കാതെ അല്ലെങ്കിൽ നവജീവൻ പ്രാപിക്കാതെ മരിച്ച ഏത് വ്യക്തിയും അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. കാരണം മനുഷ്യന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ട ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവൊന്നുമല്ല. ദൈവം ഊതി എന്ന് പറഞ്ഞ ഉടനെ ദൈവം തമ്പുരാന്റെ ആത്മാവകത്ത് കയറിയുന്നത്. സക്കറിയ പ്രവചനം 12 പറഞ്ഞു, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കി സൃഷ്ടിച്ചതാണ്. ഇറ്റ്സ് നോട്ട് അൺക്രിയേറ്റഡ് സ്പിരിറ്റ്, ഇറ്റ്സ് എ ക്രിയേറ്റഡ് സ്പിരിറ്റ്. അൺക്രിയേറ്റഡ് സ്പിരിറ്റ് മാത്രമേ ഇൻഫിനിറ്റ് ആവത്തുള്ളൂ. അതിന് മാത്രമേ ഇൻഫിനിറ്റിയിൽ തുടരാൻ അല്ലെങ്കിൽ എറ്റേണലി തുടരാനായിട്ട് പറ്റുകയുള്ളൂ. Eternal life means Zoe life, God's kind of life, immortal life. That's gospel brings life and immortality. ജീവനും അക്ഷയതയുമാണ് സുവിശേഷം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ, അപ്പം ഇങ്ങനെ സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ പലരും പറഞ്ഞായിരുന്നു. വിശദീകരണങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൻ്റെതായ നിലയിൽ ഓരോ ക്ലാസ്സുകൾ എടുക്കാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഞാൻ വായിച്ച വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 3:20-21. ആ 3:20 വാക്യത്തിൽ പറഞ്ഞ എന്താണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. രക്ഷിതാവായി വരും. അപ്പൊ യേശു ക്രിസ്തു രണ്ടാമത് വരും എന്നത് 1-ാമത്തെ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യാശയാണ്.
കാരണം ആ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഹോപ്പാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. അത് ഈ 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഹോപ്പല്ല. കാരണം 1-ാമത്തെ നൂറ്റാണ്ടിൽ ആ സഭ രൂപീകരിക്കപ്പെട്ടു വരുന്നു, സഭ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നു, സഭയുടെ തലയാകുന്ന നാഥൻ അവിടെ ഇറങ്ങി വരണം, സഭ ആരംഭിക്കണം, രക്ഷ പൂർത്തീകരിക്കപ്പെടണം, അറ്റോൺമെന്റ് പൂർത്തീകരിക്കപ്പെടണം. കാരണം പെന്തിക്കോസ്തിന്റെ അന്ന് പരിശുദ്ധാത്മാവിൽ സഭ ആരംഭിച്ചതാണ്. പക്ഷേ അറ്റോൺമെന്റ് എന്ന് പറയുന്നത് അടുത്ത ഉത്സവം കിടക്കുക. കാഹളധ്വനി പെരുന്നാളുണ്ട്, അറ്റോൺമെന്റ്. അത് കാഹളം ധ്വനിച്ചാൽ മാത്രമേ അറ്റോൺമെന്റ് ഉള്ളൂ. ഇതുവരെ നമ്മൾ കാഹളം ധ്വനി, അപ്പം ചില പറയാം അങ്ങനെ പല കാഹളം ഉണ്ടെന്ന്. നമ്മൾ എന്ത് കൂളായിട്ട് അതിനെ തെറ്റുകളെ. പെന്തക്കോസ്തിന് 4 ഉത്സവം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് 3 ഉത്സവം ബാക്കിയുണ്ട്. ആ 3 ഉത്സവങ്ങളും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഫുൾഫിൽ ആകേണ്ടത്. ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഫുൾഫിൽ ആകേണ്ട 5-ാമത്തെ ഉത്സവമാണ് റോഷ് ഹഷന്ന, ദ ഫെസ്റ്റിവൽ ഓഫ് ട്രംഫറ്റ്, കാഹളധ്വനി പെരുന്നാൾ. അവിടെയാണ് മഹാകാഹളധ്വനി, അവിടെയാണ് യേശുക്രിസ്തു കാഹളധ്വനിയോടുകൂടി വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് മഹാപുരോഹിതന്റെ ആ ഈവന്റ്, ആ കാഹളധ്വനി. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ കാണുന്ന 2-ാമത്തെ മറ്റൊരു ഉത്സവം ഉണ്ടേതാ, യോൻ കപൂർ. യോൻ കപൂർ എന്ന് പറഞ്ഞാൽ മഹാപാപ പരിഹാര ദിവസം, അറ്റോൺമെന്റ്. പുരോഹിതൻ ആ ദേവാലയത്തിൽ പോയി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമാക്കിയിട്ട് തിരികെ വരികയാണ്. ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ദീസ് ഓൾ ഇവന്റ്സ് എന്ന് പറയുന്നത് ഒരുമിച്ച് സംഭവിക്കുകയാണ്. കൃത്യമായ ചരിത്രങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവന്റ്സ് ഒക്കെ സംഭവിച്ചത് ഈ ഉത്സവത്തിന്റെ അതേ സമയങ്ങളിലാണെന്ന് നമുക്ക് ഹിസ്റ്റോറിയൻസിന്റെ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ യേശുക്രിസ്തു രക്ഷിക്കുവാൻ വേണ്ടി വരുന്നു എന്നാണ് 1-ാമത്തെ നൂറ്റാണ്ട് സഭ വിശ്വസിച്ചിരുന്നത്. നിങ്ങളും ഞാനും അങ്ങനെയാണോ പ്രസംഗിക്കപ്പെടുന്നത്? ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് അങ്ങനെയാണോ? യേശു രക്ഷിക്കാൻ വരുന്നു എന്നാണോ നമ്മൾ പ്രസംഗിക്കുന്നത്? അല്ല, യേശു തന്റെ സഭയെ ചേർക്കാൻ വരുന്നു എന്നാണ് പ്രസംഗിക്കുന്നത്. യേശു തന്റെ സഭയെ ചേർക്കാൻ വരുന്നു എന്നല്ല 1-ാമത്തെ നൂറ്റാണ്ടിലെ സഭ വിശ്വസിച്ച് രക്ഷിക്കാൻ വരുന്നു എന്ന്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2ാമത് പ്രത്യക്ഷനാകുമെന്ന്. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അത് അവർ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു, കാത്തിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ നമ്മൾ 21-ാമത്തെ വാക്യത്തിലേക്ക് പോകും. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആൻഡ് ഹൂ വിൽ ട്രാൻസ്ഫോം അവർ ലോവ്ലി ബോഡി. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിൽ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹു വിൽ ട്രാൻസ്ഫോം അവർ ലോവ്ലി ബോഡി. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. ഞാനത് ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, ഹു വിൽ ട്രാൻസ്ഫോം അവർ ലോവ്ലി ബോഡി ദാറ്റ് ഇറ്റ് മേ ബി കൺഫോംഡ് ടു ഹിസ് ഗ്ലോറിയസ് ബോഡി അക്കോർഡിംഗ് ടു ദ വർക്കിംഗ് by which he is able even to subdue all things to himself. So he will transform our lovely body, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തി. എന്തിനാ? that it may be conformed, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകേണ്ടതിന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? രൂപം. ഇതെന്താണ് സംഭവം? അപ്പൊ ഈ വാക്യത്തിൽ നിന്നാണ് ആളുകൾ കൂടുതലും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപം, ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകും എന്നുള്ളത് വന്നേക്കുന്നത് ഈ ഒരു വാക്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് അല്പം സൂക്ഷ്മമായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇത് AD 70 സംഭവിച്ചതാണ്. AD 70 സംഭവിച്ച കാര്യമാണ്. അപ്പൊ പിന്നെ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടോ എന്ന് ചോദിക്കാറുണ്ട്. ശരിയായ ചോദ്യമല്ലേ? നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുവാൻ രൂപാന്തരപ്പെട്ടോ? ഇപ്പോഴും നമ്മൾ ഈ ശരീരത്തിലല്ലേ ഇരിക്കുന്നത്? അപ്പൊ യേശുക്രിസ്തു വന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ദൂതന്മാരാണോ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ട്രാൻസ്ഫോംഡ് എന്ന് പറയുന്ന വാക്കാണ് എടുക്കേണ്ടത്. രൂപാന്തരപ്പെടുത്തും എന്നൊരു വാക്ക്. പൗലോസ് ആ രൂപാന്തരപ്പെടുത്തും എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് മെറ്റാസ്കിമാറ്റിസോ എന്നാണ്. മെറ്റാസ്കിമാറ്റിസോ, METASCHEMETASCHE
METIZO, മെറ്റാസ്കിമാറ്റിസോ. ഈ വാക്ക്, ട്രാൻസ്ഫോംഡ് എന്നുള്ള ഈ വാക്ക് 5 പ്രാവശ്യമാണ് നമ്മുടെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള പുതിയ നിയമത്തിൽ. അതില് മറ്റ് ഭാഗങ്ങളിൽ ഇതെങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് ഇതിലേക്ക് വരാം. അപ്പം നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മറ്റിതര ഭാഗങ്ങളിൽ ഈ മെറ്റാസ്കിമാറ്റിസോ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അത് ആദ്യം നമ്മൾ കാണുന്നത് 1 Corinthians chapter 4 verse 6, 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തോ പറഞ്ഞിരിക്കുന്നത്? എഴുതിയിരിക്കുന്നതിന് അപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപിടിക്കേണ്ടതിനും ആരും ഒരുത്തന് അനുകൂലമായും മറ്റൊരുത്തന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിനും തന്നെ. ഇംഗ്ലീഷിൽ NKJV ഇങ്ങനെയാണ്: നൗ ദീസ് തിങ്സ് ബ്രദറൻ ഐ ഹാവ് ഫിഗറേറ്റീവ്ലി transferred to myself and Apollos for your sake. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചത്രേ പറഞ്ഞത്. ഉദ്ദേശിച്ചെന്നുള്ള വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ട്രാൻസ്ഫേർഡ് എന്ന. ഈ ട്രാൻസ്ഫേർഡ് എന്ന വേർഡ് അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ ഹീബ്രു, ഗ്രീക്ക് ട്രാൻസ്ഫോംഡ് എന്നല്ല കേട്ടോ, ട്രാൻസ്ഫേർഡ്. അവിടെ കൊടുത്തിരിക്കുന്നത് മെറ്റാസ്കിമാറ്റിസോ എന്നാണ്. അപ്പൊ ഈ മെറ്റാസ്കിമാറ്റിസോ എന്ന വേർഡിന്റെ അർത്ഥം എന്താ? മെറ്റാസ്കിമാറ്റിസോ എന്ന വേർഡിന്റെ അർത്ഥം an act of assuming an outward expression that does not come from within. അതായത് the act of assuming an outward, അതായത് പുറമെ ഒരു ഭാവം കാണിക്കുക. that does not come from within, അകത്ത് നിന്ന് വരാത്ത ഒരു ഭാവം പുറത്ത് കാണിക്കുന്നതിന്റെ പേരാണ് മെറ്റാസ്കിമാറ്റിസോ എന്ന് പറയും. അല്പം ശ്രദ്ധിക്കണേ. അതായത് അകത്തുള്ളതല്ല പുറത്ത് കാണിക്കുന്നത്, അകത്തില്ലാത്ത ഒന്ന്, അകത്ത് നിന്ന് വരാത്ത ഒന്ന് പുറത്ത് കാണിക്കുക. അപ്പൊ കൊരിന്ത്യയിലെ പ്രശ്നം അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊല്ലോസിനെയും പൗലോസിനെയും അവർ സൂപ്പർ അപ്പോസ്റ്റൽസ് ആണ്. ഇവർ പറയുകയാണ്, നിങ്ങൾ ഈ ഭാവിക്കുന്നതിന് മീതെ ഭാവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അപ്പൊല്ലോസിനെയും എന്നെയും കുറിച്ചാണ് എഴുതുന്നത്. എന്തിനാണ്? ഒരുത്തന് അനുകൂലമായി മറ്റൊന്ന് പ്രതികൂലമായി ചീർത്തു പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ അതിനെ മനസ്സിലാക്കി തരാൻ. അതായത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ആ സൂപ്പർ ഹീറോയായി, പൗലോസും അപ്പൊല്ലോസും ഭയങ്കര ജയൻസ് ആണ് അവിടുത്തെ. അപ്പം ഒരാളുടെ ഗ്രൂപ്പും വേറൊരാളുടെ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ട്. 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ പൗൾ പറയാണ്, ഞാൻ എന്ത് ചെയ്യുക, ഞങ്ങള് നിങ്ങളുടെ നടുവില് എന്ത് ചെയ്യുക, മെറ്റാസ്കിമാറ്റിസോ ആകുക. എങ്ങനെ മെറ്റാസ്കിമാറ്റിസോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അകത്തുള്ളത് അപ്പോസ്തലത്തെ അത് ഞങ്ങള് പ്രകടിപ്പിക്കാതെ നിങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങൾ എന്ത് ചെയ്യുക, ശിശുവിനെ പോലെ, അല്ലെ കൊരിന്ത്യൻസിൽ ഒരാളെ പോലെ അങ്ങ് ഞങ്ങൾ രൂപാന്തരപ്പെടുക. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഞങ്ങൾ അപ്പോസ്റ്റൽസ് ആണ്, ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ നിന്നാൽ നിങ്ങൾ ഒരാൾക്ക് അനുകൂലവും മറ്റൊരാൾക്ക് പ്രതികൂലമാകുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ അകത്തുള്ളത് പുറത്ത് കാണിക്കാതെ ഞങ്ങൾ പുറമെ ഒരു ബേബി ക്രിസ്ത്യൻസിന്റെ കൂടെ അതേ നിലവാരത്തിലേക്ക് ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുക. ട്രാൻസ്ഫേർഡ്, ഫിഗറേറ്റീവ്ലി ട്രാൻസ്ഫേർഡ് മീൻസ് മെറ്റാസ്കിമാറ്റിസോ എന്ന് പറയും. അപ്പം നിങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അകത്തുള്ളത് വെളിപ്പെടുത്താത്ത പുറത്തെ വേറൊരു ഭാവവുമായി നിൽക്കുന്നതിനെയാണ് ഒറിജിനൽ അല്ല, അതൊരു ഭാവമാണ്, അതൊരു വേഷക്കെട്ടലാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം പ്രച്ഛന്ന വേഷം, ഒരു ആക്ടിങ്. പോലീസുകാരനല്ല, പക്ഷെ വേഷം കെട്ടി പോലീസുകാരനായിട്ട് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് മെറ്റാസ്. അതിന്റെ അർത്ഥം രൂപാന്തരം ഒന്നുമല്ല, ആള് മാറിയതല്ല, ആള് അകത്ത് വേറൊന്ന് പുറത്ത് വേറൊരു ഭാവത്തിൽ ജീവിക്കും. ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തും ഈ വാക്യം 3-4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 4 എനിക്ക് 3 പ്രാവശ്യവും ആകെ 5 പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് നമ്മുടെ 2 കൊരിന്ത്യ ലേഖനത്തിലാണ്, അതിന്റെ 11-ാമത്തെ അധ്യായം
11 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഇവിടെ നമ്മൾ അതും NKJV നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്, ഫോർ സച്ച് ആർ ഫോൾസ് അപ്പോസിൽസ്, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, ട്രാൻസ്ഫോമിങ് ദംസെൽസ് ടു ദ അപ്പോസിൽസ് ഓഫ്. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ, വേഷം ധരിക്കും. ഇവിടെ ട്രാൻസ്ഫോമിങ് എന്ന് എഴുതിയിരിക്കുന്നത്, വേഷം ധരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ആ ട്രാൻസ്ഫോമിങ്ങിന്റെ പേരാണ് മെറ്റാസ്കിമാറ്റിസോ. നമ്മൾ നേരത്തെ വായിച്ചെന്നാണ് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ രൂപാന്തരം, ട്രാൻസ്ഫോം അവർ ലോലി ബോഡി എന്ന്. ആ ട്രാൻസ്ഫോം എന്ന വാക്കിന് മെറ്റാസ്കിമാറ്റിസോ. മെറ്റാസ്കിമാറ്റിസ് എന്ന് പറഞ്ഞാൽ വേഷം ധരിക്കുക. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. അവിടെയും മെറ്റാസ്കിമാറ്റിസോ ആണ്. 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതാകിയാൽ അവന്റെ ശുശ്രൂഷകന്മാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നത് പോലെ. അപ്പൊ അവിടെയും വേഷം ധരിക്കുക എന്നതുകൊണ്ടാണ്. അത് വേഷം ധരിക്കുന്ന പറഞ്ഞാൽ അകത്ത് അവര് അപ്പോസ്തലന്മാരല്ല, പക്ഷെ പുറത്ത് അപ്പോസ്തലന്മാരുടെ വേഷം. അകത്ത് നീതിമാന്മാരല്ല, പക്ഷെ പുറത്ത് നീതിമാന്മാരുടെ വേഷം. അകത്ത് പ്രവാചകന്മാരല്ല, പക്ഷെ പുറത്ത് പ്രവാചകന്മാരുടെ വേഷം. ഇങ്ങനെ അകത്തില്ലാത്തൊന്ന് പുറത്ത് ഭാവിക്കുന്നതിന്റെ പേരാണ് മെറ്റാസ്കിമാറ്റിസോ എന്ന്. അപ്പം സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തു വെളിപ്പെട്ട് വരുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ ശരീരത്തിന് എന്താ സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ താഴ്ചയുള്ള ഈ മൺശരീരത്തിന് മെറ്റാസ്കിമാറ്റിസോ ഉണ്ടാകും. എന്തിന്? ടു കൺഫോംഡ് വിത്ത് ഹിസ് ഗ്ലോറിയസ് ബോഡി, അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാകേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഒരു മെറ്റാസ്കിമാറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവം. അതാണ് നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിന് 51 മുതൽ 53 വരെ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കത്തില്ല. അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഇൻ എ മൊമെന്റ്, അതായത് കണ്ണിമിക്കുന്നതിനിടയിൽ, കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണിമിക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും. അതായത് വി ഷാൽ ബി ചേഞ്ച്ഡ് എന്ന, വി വിൽ ഷാൽ ബി ചേഞ്ച്ഡ്. നമ്മൾ പെട്ടെന്ന് നമ്മൾ രൂപാന്തരപ്പെടും. അപ്പൊ ഈ രൂപാന്തരപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകൾ പഠിപ്പിച്ച് ചെയ്യുന്നറിയുമ്പോൾ ആളങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻഡമായിട്ട് മാറും. കേൾക്കാൻ രസം കേട്ടോ, ജനങ്ങളെ ത്രില്ലടിപ്പിക്കും, സൂപ്പർ സാധനം. പക്ഷെ ചുമ്മാത. ഈ ചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മളിൽ മാറുമെന്നാ പറഞ്ഞത്, അല്ലാതെ നമ്മൾ രൂപാന്തരപ്പെടുന്നല്ല. അതുപോലെ തന്നെ പൗലോസ് പറയുന്നുണ്ട് നമ്മൾ എടുക്കപ്പെടുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാഹളം കേൾക്കുമ്പോൾ നമ്മൾ വി വിൽ ബി ചേഞ്ച്ഡ്. അതായത് ചേഞ്ച് എന്ന് പറയുന്നത് എന്താ അവിടെ നടക്കുന്ന ചേഞ്ച്? കാഹളം നടക്കുന്ന ചേഞ്ച് എന്താണ്? ദ ചേഞ്ച് വാസ് പുട്ടിങ് ഓൺ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അതായത് എന്തു പറയുന്നത്, അമർത്യതയെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ആളിന് കിട്ടുക. ഇതാണ്. മരിച്ചവർക്ക് ഉയർപ്പുണ്ടാകും, ജീവിച്ചിരിക്കുന്നവർക്ക് മാറ്റം ഉണ്ടാകും. എന്ത് മാറ്റം ഉണ്ടാകുന്നത്? മർത്യനായ മനുഷ്യന് യേശുവിൽ വിശ്വസിച്ചവർക്ക് യേശുവിന്റെ വരവെങ്കിൽ നിത്യജീവൻ ലഭിച്ച് ആ വ്യക്തിക്ക് പുട്ട് ഓൺ ഓഫ് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് ആൾ മാറും. പക്ഷെ ശരീരം എന്താണ്? പഴയ ശരീരം, നാച്ചുറൽ ബോഡി. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അവൻ വരുമ്പോ നമ്മുടെ അകത്ത മനുഷ്യൻ എന്ത് കിട്ടും? ഇമ്മോർട്ടൽ ആകുക. അപ്പൊ നമ്മുടെ അകത്ത മനുഷ്യൻ ഇമ്മോർട്ടലായി മാറും. ആ ഇമ്മോർട്ടലായിട്ട് മാറുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് എന്താ പറ്റിയത്? ഇപ്പം നമ്മുടെ താഴ്ചയുള്ള ശരീരം മെറ്റാസ്കിമാറ്റിസോ. എന്താ മെറ്റാസ്കിമാറ്റിസോ പറഞ്ഞ? അതായത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ഇത്. അതായത് നിങ്ങളുടെ അകത്ത മനുഷ്യൻ ഇമ്മോർട്ടലായി, അമർത്യനായി, ദൈവത്തിന്റെ ജീവനിലായി. വാ, ഇറ്റ്സ് എ വണ്ടർഫുൾ മെസ്സേജ്. I love these verses. ഇമ്മോർട്ടൽ, അമർത്യത ധരിച്ചു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി our body is natural. ഫിസിക്കൽ ബോഡിക്ക്
ഒരു ഇമ്മോർട്ടാലിറ്റിയും വന്നില്ല. ഫിസിക്കൽ ബോഡി അതേപോലെ തന്നെ ഇരിക്കും. നിങ്ങൾ ഇനി ആലോചിക്കുക, അകത്ത് ഇമ്മോർട്ടാലിറ്റി, പുറത്ത് മോർട്ടൽ ബോഡി. ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും ഇല്ലാതാകാത്ത, ഡിസ്ട്രക്ഷൻ സംഭവിക്കാത്ത ഒരു സ്പിരിറ്റ്, ഒരു ബീയിങ് ആയി നിങ്ങൾ മാറിയിട്ടും നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ബോഡിക്ക് ഇപ്പൊ എന്ത് പറ്റി? നിങ്ങളുടെ ബോഡി മെറ്റാസ്കിമാറ്റിസോ കാണിക്കാൻ തുടങ്ങി. എന്തോ അതിന്റെ അർത്ഥം? അകത്ത് ഉള്ള ഭാവമല്ല, അകത്തില്ലാത്തൊരു ഭാവം പുറത്ത് പ്രകടിപ്പിക്കുക. an act of assuming an outward expression that does not come from within. അകത്തുനിന്ന് വരാത്ത ഒരു ഭാവം പുറത്ത് കാണിക്കുക. അതായത് നിങ്ങളെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മോർട്ടൽ ആണെന്ന് തോന്നത്തേയില്ല. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാരെ പോലെയുള്ള ശരീരം, എല്ലാരെ പോലെ രോഗം വരുന്നു. കൊറോണ വന്നപ്പോൾ എല്ലാവർക്കും വന്നു, എല്ലാവർക്കും മഴ പെയ്യുമ്പോൾ പനി പിടിക്കുന്നു. പക്ഷേ അകത്തെ ആ വ്യക്തിത്വത്തിന്റെ ഭാവമല്ല പുറത്ത് വെളിപ്പെടുന്നത്. അകത്തുള്ള ആ ഭാവത്തിന് പകരം അകത്തിരിക്കുന്ന ഇമ്മോർട്ടാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വേഷം കെട്ടി ജീവിക്കുക നമ്മളിപ്പം. ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇമ്മോർട്ടൽ പീപ്പിൾ ലിവിങ് ലൈക്ക് എ മോർട്ടൽ പീപ്പിൾ. അതാണ് വെൻ ജീസസ് ക്രൈസ്റ്റ് വരുമ്പം അവൻ തന്റെ ശക്തിയുള്ള വ്യാപാര ശക്തിയാൽ, അവൻ തന്റെ വ്യാപാര ശക്തിയാൽ, ബലത്തിന്റെ ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്താക്കി മാറ്റി? മെറ്റാസ്കിമാറ്റിസോ. കമോൺ, ഇത് സത്യം പറഞ്ഞ എൻ്റെ ലൈഫിൽ ചലഞ്ച് ചെയ്ത ഒരു പഠനമായത്. ലിവിങ് ലൈക്ക് എ നോർമൽ മാൻ, ആക്ടിങ് ലൈക്ക് എ നോർമൽ പേഴ്സൺ, ബട്ട് ക്യാരിങ് ഇമ്മോർട്ടൽ ലൈഫ്. പുറത്ത് വേദനിക്കുന്ന ശരീരം, നോവുന്ന ശരീരം, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, റിജക്ഷൻസ്, ഒറ്റപ്പെടൽ എല്ലാം ഉണ്ട്. അകത്തുള്ള ഭാവം ആകാശവും ഭൂമിയും കാണുന്ന പ്രപഞ്ചം മൊത്തം ഇല്ലാതായാലും ഒരിക്കൽക്ക് പോലും ഇല്ലാതാകാത്ത, നിലനിൽക്കുന്ന, ദൈവമുള്ളിടത്തോളം എന്നേക്കും ജീവിപ്പാൻ സംഗതി വരുന്ന ഒരു അമർത്യതയെ നാം പൂകിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ എന്താ സംഭവിച്ചത്? ഇറ്റ് ഹാപ്പൻ ഇൻ AD 70. AD 70 അത് കൃത്യമായ നിലയിൽ സംഭവിച്ചു. ഹല്ലേലൂയ. ക്രിസ്ത്യൻസ്, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് നിക്ഷേപം. ഞാൻ എപ്പോഴും ചോദിക്കണം, ഈ ട്രാൻസിഷൻ പീരീഡ് ഉണ്ട് കേട്ടോ, മറന്നു പോകരുത്. അപ്പം പൗലോസിന് ഇത് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. യെസ്, ഇറ്റ്സ് ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. ഇതാണ് എൻ്റെ ട്രൂത്ത്. ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. കാരണം ഇത് ട്രാൻസിഷൻ ടൈമാണ്. ഇതൊരു സംക്രമണ കാലം. നിത്യജീവൻ ഉണ്ട്, പക്ഷേ ഇല്ല. ഇത് പൂർണ്ണമാകുന്നതും കൺഫേംഡ് ആകുന്നതും കൺസ്യൂമേഷനിലേക്ക് എത്തുന്നതും ജീസസ് ക്രൈസ്റ്റ് വരുമ്പോഴാണ്. അപ്പൊ ഇനി മെറ്റാസ്കിമാറ്റിസ് എന്താ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്തായി മാറി? നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാകാൻ വേണ്ടി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ എന്താക്കി മാറ്റിയെന്ന് പറഞ്ഞേക്കുന്നത്? മെറ്റാസ്കിമാറ്റിസോ ആക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വരുത്തിയെന്നല്ല, നമ്മുടെ ശരീരത്തെ അകത്തുള്ളതിനെ വെളിപ്പെടുത്താൻ പറ്റാത്ത ഭാവം കാണിക്കുന്ന ഒന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ, മനുഷ്യന് ഇപ്പോ ഇമ്മോർട്ടലാ, പക്ഷെ ജീവിക്കുമ്പോൾ മോർട്ടലായിട്ട് ജീവിക്കുന്നു. വേഷത്തിൽ നമ്മൾ ഇമ്മോർട്ടലാണ്, വേഷത്തിൽ നമ്മൾ മോർട്ടലാണ്, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇമ്മോർട്ടലാണ്. യഥാർത്ഥത്തിൽ സാത്താന്റെ ദൂതനാണ്, പക്ഷെ ധരിച്ചിരിക്കുന്നത് വെളിച്ച ദൂതന്റെ വേഷമാണ്. അതുപോലെ, അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇമ്മോർട്ടൽ പേഴ്സൺ ആണ്, പക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അത് മോർട്ടലാണ്. ഓക്കെ, മർത്യം. ഇനി അതായത് ഇത് ഒരിക്കലും ഭാവിയിൽ എപ്പോഴോ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഇത് ഓൾറെഡി ഹാപ്പൻഡ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്രയും വലിയ മഹത്വം, ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിരിക്കെ ഇതും മനസ്സിലാക്കാതെ, ഇത് ജനത്തെ പഠിപ്പിക്കാതെ 99% ആളുകൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ജീവിതത്തിൽ ചത്ത്, പിശാച് വരുന്നു, സാത്താൻ വരും, ഈ ചപ്പും ചവറും മന്ത്രവാദവും പറഞ്ഞ് ജനങ്ങളെ നശിപ്പിച്ചു. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ചർച്ചിലും ആളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനാവശ്യമായി പിശാച്, പോരാട്ടം, ബന്ധം, ഈ വക കേൾക്കുന്ന മെസ്സേജുകൾ കേൾക്കാൻ പാടില്ല. ഇത് കേൾക്കുകയേ ചെയ്യരുത്. കാരണം ഇവയുമായി നിങ്ങൾക്ക് ബന്ധമില്ല.
ഒരു ബന്ധനമാണ്. ഇങ്ങനെ പറയുന്ന ആ പാസ്റ്റർമാരുടെ പ്രസംഗം ഞാൻ കേൾക്കത്തില്ല. അത് പ്രവാചകനാലും കേൾക്കത്തില്ല, എനിക്ക് കേൾക്കണ്ട. കാരണം ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി നമുക്ക് ഇമ്മോർട്ടാലിറ്റി നൽകി നമ്മൾ ദൈവപുത്രന്റെ രാജ്യത്തിൽ ഇരിക്കുന്ന ദൈവപുത്രന്മാർക്ക് പോരാട്ടം ഉണ്ടെന്ന് പിശാച് തടഞ്ഞെന്നു. സത്യം പറഞ്ഞുകൊണ്ടല്ലേ? നിങ്ങളൊക്കെ ദൈവമുമ്പിൽ ഒരുപാട് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ ദൈവവചനത്തെ മാനിക്കാത്ത ആളുകളാണ്. നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കരുത്. പിശാച്, സാത്താൻ, പോരാട്ടം. വായി തുറന്നാതേ ഉള്ളൂ. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കെട്ടുകൾ എന്തെന്ന് കെട്ട്? ചുരിദാറിന്റെ കെട്ടോ അതോ നിന്റെ പാന്റിന്റെ കെട്ടോ? ഏത് കെട്ടഴിയുന്ന കാര്യം? എവിടെ കെട്ട്? ഇവിടെ ഒന്നാമത് ഈ ജനത്തിന് ട്രൂത്ത് അറിയത്തില്ല, ഈ പാവങ്ങൾക്ക്. അവർ ആ ട്രൂത്ത് അറിയാത്ത ആ അടിമയിൽ ഇരിക്കുന്ന നീ കെട്ടിയെന്നോ പൊട്ടിയെന്നോ ഒക്കെ പറഞ്ഞാലും അവര് കൈയടിച്ചു. കാരണം നിവൃത്തിയിടാ. കാരണം അവർ ഇതുവരെ ട്രൂത്ത് അറിഞ്ഞിട്ടില്ല. ട്രൂത്ത് ഈ പാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ആട്ടിൻകുട്ടിയുടെ നടുവില് വളർന്നു വരുന്ന വെറും സിംഹക്കുഞ്ഞുങ്ങളായിരുന്നു. നല്ല ഇര തേടി പിടിച്ച് തിന്നേണ്ട സിംഹക്കുഞ്ഞുങ്ങള് പുല്ലും തിന്നുകൊണ്ട് നടക്കുക. ഇത് സിംഹമാണെന്ന് ഈ ഇടയം പറഞ്ഞു കൊടുക്കത്തില്ല. എടാ, നീ വേറെ ജനസാടാ. അവനെ കണ്ണാടി കാണിക്കത്തില്ല. അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തത്തില്ല. കാരണം ഇവനെ ഈ അടിമത്തത്തിലിട്ട് ഞായറാഴ്ച ഇട്ട് പിഴിയുക. എന്നിട്ട് വിട്ടുതൽ നടക്കാൻ പോവോ. നീ വിടുവിക്കപ്പെട്ടവനാന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അവൻ ജന്മത്ത് ഈ പരിപാടിക്ക് വന്നില്ല. യുൽ ബി എ ഹാപ്പി പേഴ്സൺ. എന്റെ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തുവിലൂടെ വമ്പൻ കാര്യങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ആ ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് സംഭവിച്ചു. അതിന്റെ 1% പോലും നിങ്ങളുടെ പാസ്റ്റേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. കാരണം നിങ്ങളെ അവർ ഉപഭോഗ വസ്തുക്കളാക്കി വെച്ചിരിക്കുക. കാരണം നിങ്ങൾ ആ ബന്ധനത്തിൽ കിടന്നാൽ മാത്രമേ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സുണ്ടെ രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ ആയുഷ്കാലം മൊത്തം നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇവരോടൊക്കെ ചോദിക്കണം, ഏത് സാത്താൻ ചോദിക്കണം, സാത്താനെ കാണിച്ചു തരാം. ഈ ഊതച്ചൊടി ചോദിക്കണം, ഏത് സാത്താൻ പറ, കാണിച്ചേടാ സാത്താൻ. ദൈവത്തേക്കാ വലിയ സാത്താൻ. ദൈവപുത്രന്റെ രാജ്യത്ത് കയറി സാത്താൻ കളിച്ചത്. ഇത് നാണം കെട്ട പണിയായത്. ഓക്കെ, ചോദിക്കണം. അവിടെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വന്നത് സാരം പറഞ്ഞു, ഭയങ്കര സംഭവം ഇത്. ഇമ്മോർട്ടൽ പേഴ്സൺ ലിവിങ് ഇൻ എ മോർ. ഇപ്പൊ ഈ ഒരു റെവലേഷൻ അകത്ത് കിടക്കണ്ടേ? ഓ, അകത്ത ജീവൻ, അത് ക്രിസ്തുവിന്റെ ജീവനാണ്. അമർത്യത പോയി. ശരീരം ഇപ്പോഴും ഈ ഫിസിക്കൽ ബോഡിക്ക് ഒരു മാറ്റമൊന്നും സംഭവിച്ചില്ല. ആ ഫിസിക്കൽ ബോഡി മാറേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഫിസിക്കൽ ബോഡിക്കകത്ത് സ്വർഗവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. യേശു തന്നെ, ദൈവം എന്നെ പറഞ്ഞിട്ടുണ്ട്, നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തിരിച്ചു പോകും. ഇതാണ് ഡെസ്റ്റിനി. ഈ മണ്ണിൽ നിന്ന് വന്ന ബോഡിയുടെ ഡെസ്റ്റിനി മണ്ണാണ്. അല്ല നിന്നെ ഞാൻ അവൾ ഉയർപ്പിക്കുന്നോ ആ മണ്ണിൽ നിന്ന് നിന്നെ തിരിച്ചെടുക്കുന്നൊന്നും ബൈബിളിലില്ല, ഒരിടത്തും ഇല്ല. ഭൂമി തന്റെ മൃതന്മാരെ ഇങ്ങനെ വാക്യങ്ങളൊക്കെ അതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പോയ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്, എന്തിനാണ് ഇങ്ങനെ നമ്മളെ ഈ മെറ്റാസ്കിമാറ്റിസത്തിൽ വരിക? എന്തിനാ ഈ ഭാവമാറ്റത്തിലേക്കും വേഷമാറ്റത്തിലേക്ക് വരുത്തി? എന്തിന്? ടു ബി കൺഫോംഡ് ടു ഹിസ് ഗ്ലോറിയസ് ബോഡി. കൺഫോംഡ് എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന കൺഫോംഡ് എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സമ്മോർഫോസ് എന്നാണ്. മോർഫോസ് എന്ന് പറഞ്ഞാൽ, മോർഫെ എന്ന് പറഞ്ഞാൽ എന്താ? ദ എസെൻഷ്യൽ ക്യാരക്ടർ ഓഫ് സംതിങ്, അതായത് ദ എസെൻഷ്യൽ ഫോം വിച്ച് നെവർ ആൾട്ടേഴ്സ്. അതാ മോർഫെ. മോർഫെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേച്ചർ, അത് മാറാത്ത നേച്ചർ, മാറ്റം ഉണ്ടാകത്തില്ല, കനോട്ട് ബി ആൾട്ടേർഡ്. അതാണ് ഈ മോർഫെ എന്ന വാക്കുകൊണ്ട് അർത്ഥം. ബട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ മോർഫെ എന്ന വാക്കിന് പകരം സമ്മോർഫോസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കും. അതിനകത്ത് ഈ സൂൺ, ഈ സമ്മെന്നൊക്കെ, അത് സൂൺ എന്ന വാക്ക്, ഒരു പ്രിഫിക്സ്, സൂൺ എന്ന പ്രിഫിക്സ് ആ സമ്മോർഫോസ് എന്ന വേർഡിന്റെ അല്ലെങ്കിൽ മോർഫയുടെ തൊട്ട് പുറകിൽ കൊടുത്തേക്ക ഒരു പ്രിഫിക്സ് കൊടുത്തേക്ക. പ്രിഫിക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് യൂണിയൻ എന്നാണ്. അല്ലെങ്കിൽ സൂൺ എന്ന വേർഡിന്റെ അർത്ഥം യൂണിയൻ, അല്ലെങ്കിൽ ടുഗദർ വിത്ത്, ഒരുമിപ്പിച്ചെന്നുള്ളത് സൂൺ. അല്ലെങ്കിൽ പൊസിഷൻ. അപ്പം ഈ സൂൺ എന്ന് പറയുന്നത് പൊസിഷൻ. നമ്മളിപ്പോ എവിടോട്ട് കൺഫേം ആക്കിയെന്ന്? ദൈവപുത്രന്റെ ഗ്ലോറിയസ് ബോഡിയുമായിട്ട് കൺഫേം ചെയ്തെന്ന്. യൂണിയൻ വിത്ത് ദ ഗ്ലോറിയസ് ബോഡി. പൊസിഷൻ, നമ്മുടെ പൊസിഷനാണ്.
അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ മനസ്സിലാക്കിയത് നമ്മുടെ ലോവർ ബോഡിക്ക് എന്ത് പറ്റി? മെറ്റാസ്കിമാറ്റിസോ, അതായത് ലോലി ബോഡി റിസൾട്ട് ഇൻ സമ്മോർഫോസ് ഓഫ് ദ ബോഡി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മോർഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗദർ വിത്ത് മോർഫോൺ. അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിന്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. ആ ശരീരം മണ്ണിൽ നിന്നുള്ള ശരീരമല്ല, അത് വചനം ജഡമായത്. വചനം ജഡമായി മണ്ണിൽ നിന്നല്ലാത്ത ആ ശരീരം മോർഫേ, അല്ലെങ്കിൽ അതിനെന്ത് പറ്റി? രൂപാന്തരം സംഭവിച്ചു. ആ ബോഡിക്ക് എന്താ? യേശുവിന്റെ ബോഡി ഗ്ലോറിഫൈഡ് ആയി. ആ ഗ്ലോറിഫൈഡ് ആയ ആ ബോഡി മോർഫയാണ്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് തേജസ്കരിക്കപ്പെട്ട ശരീരം. ആ തേജസ്കരിക്കപ്പെട്ട, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ആ ശരീരത്തോട് പൊസിഷനലി നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ടുഗദർ, കൺഫോംഡ് ടു. കൺഫോം ചെയ്യുക പറഞ്ഞാൽ, കൺഫോം ടു എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ ടുഗദർ വിത്ത് ദാറ്റ് ബോഡി. ആ ബോഡിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? യൂണിയൻ ടുഗദർ വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ പൊസിഷനലി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ബോഡി. നമ്മുടെ ബോഡിക്ക് മാറ്റം വന്നില്ല. നമ്മുടെ ബോഡി ഇപ്പോഴും ഫിസിക്കൽ ബോഡിയാണ്. പക്ഷെ നമ്മുടെ സ്പിരിറ്റ് ബോഡി, അകത്തിരിക്കുന്ന ആ സ്പിരിറ്റ് മാൻ ഇമ്മോർട്ടൽ ബോഡിയാണ്. ആ ഇമ്മോർട്ടൽ ആയിരിക്കുന്ന ആ ആള് പൊസിഷനലി നമ്മൾ ആരുമായിട്ട് യുണൈറ്റഡ് ആയി? യേശുക്രിസ്തു. ഇതിന് നമുക്കിത് മനസ്സിലാക്കാൻ മറ്റൊരു ഭാഗമുണ്ട്. അതായത് റോമാലേഖനം 6-4 വാക്യം നമ്മൾ വായിക്കുന്നത് എന്തോ? അതുകൊണ്ട് സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അപ്പം അവനോടുകൂടെ നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു. ഇത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ മരിച്ചോ? ഇല്ല, അത് പൊസിഷനിലാണ്. ജീസസ് ഡൈഡ്, വി ഡൈഡ്. ജീസസ് ബറീഡ്, വി ആർ ബറീഡ്. ജീസസ് റിസറക്റ്റഡ്, വി റിസറക്റ്റഡ്. സോ ഇത് ഹാപ്പി ചെയ്ത് ഇത് സംഭവിച്ചപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ നമ്മൾ ഒരു ബാപ്റ്റിസത്തിലൂടെ നമ്മൾ പോകുമ്പോൾ സംഭവിക്കുക. ഇത് പൊസിഷനിൽ നമ്മൾ അവൻ്റെ കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ മരിച്ചോ? ഇല്ല. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ശരീരത്തെ എന്താക്കി മാറ്റി? മെറ്റാസ്കിമാറ്റിസോ ആക്കി. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ ഇമ്മോർട്ടാലിറ്റിയിലേക്ക് വന്നിട്ട് നമ്മുടെ ശരീരം ആ ഭാവം പ്രകടിപ്പിക്കാത്തൊരു ശരീരമായി മാറിയിട്ട് നമ്മളെ ആരുമായിട്ട് യുണൈറ്റഡ് ആക്കി? യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുക എന്ന വാക്കിന് അർത്ഥം കൺഫേം ചെയ്യുന്ന, ജോയിൻ ടുഗദർ, അല്ലാതെ അതുപോലെ ആക്കിയെന്നല്ല. അതായത് ഞാൻ എങ്ങനെ ഇതിന്റെ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ വേണമെങ്കിൽ ഹു ക്രൈസ്റ്റ്, അതായത് ക്രൈസ്റ്റ് വിൽ ട്രാൻസ്ഫോം. ഇംഗ്ലീഷിൽ ഞാൻ പറയണേ, കർത്താവായ യേശു ക്രിസ്തു വിൽ ട്രാൻസ്ഫോം. ട്രാൻസ്ഫോം മീൻസ് മെറ്റാസ്കിമാറ്റിസോ, അല്ലെങ്കിൽ ദ ആക്ട് ഓഫ് അസ്യൂമിങ് ആൻ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ദാറ്റ് ഡസ് നോട്ട് കം ഫ്രം വിതിൻ അവർ ലോവ്ലി ബോഡി. നമ്മുടെ താഴ്ചയുള്ള ശരീരം, ദാറ്റ് ഈസ് അവർ ലോവ്ലി ബോഡി, മേ ബി കൺഫോംഡ്, സമ്മോർഫോൺ എന്ന് പറഞ്ഞാൽ കോഫോംഡ്, അതായത് അസോസിയേറ്റഡ് ടു ദ ഫാഷൻ ഓഫ് ഹിസ്, നോട്ട് അവർ ബോഡി. നമ്മുടെ ബോഡിയുമായിട്ടല്ല, അവന്റെ ബോഡിയുമായിട്ട്. അസോസിയേറ്റഡ് ടു ദ ഫാഷൻ ഓഫ് ഹിസ് ഗ്ലോറിഫൈഡ് ബോഡി. അതായത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് മാറ്റം വരുത്താതെ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ആ ശരീരത്തിനകത്ത് എന്ത് നൽകി? ഒരു ഇമോർട്ടാലിറ്റി നൽകിയിട്ട് ഈ ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ കോഫോംഡ്, അവനോടുകൂടെ ഒരുമിപ്പിച്ചു, അല്ലെങ്കിൽ അവനോടുകൂടെ നമ്മളെ യുണൈറ്റഡ് ആക്കി. നൗ വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. അവർ സ്പിരിറ്റ് മാൻ ഈസ് ഓൾറെഡി യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. He lives in us. ഓക്കെ, എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഇറ്റ് വാസ് ക്രൈസ്റ്റ് ബോഡി വാസ് മോർഫ്ഡ്. കർത്താവിന്റെ ബോഡി മോർഫ്ഡ് ആണ് ആൻഡ് മെയ്ഡ് ഗ്ലോറിയസ് ആണ്. അവർ ബോഡി ഒബ്റ്റൈൻഡ് ദിസ് ഗ്ലോറി ഇൻ ദിസ് ലൈഫ് ഓൺലി ത്രൂ അസോസിയേഷൻ. അതായത് ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റമൊന്നുമില്ല. ഈ ശരീരം വെച്ചുകൊണ്ട് തന്നെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? കോഫോംഡ് ആയിരിക്കുന്നു, അസോസിയേഷൻ വെച്ചിരിക്കുന്നു. നമ്മൾ വി ആർ, ഞാൻ ഇങ്ങനെ പറഞ്ഞിടെ, ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വെരി കട്ടിയുള്ള വാക്യം, വി ആർ വിത്ത് മോർഫ്ഡ് ആയ ആളിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്തു? അസോസിയേഷൻ നൽകിയിരിക്കുന്നു. വാട്ട് എ വണ്ടർഫുൾ ഇറ്റ് ഈസ്. നമ്മുടെ ഭൗതിക ശരീരം ഒരു ഇമ്മോർട്ടാലിറ്റിയുടെ വീടാണ്.
നമ്മുടെ സ്പിരിറ്റ്. പക്ഷെ ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ ദാറ്റ് വേ. അതൊരിക്കലും അങ്ങനെ വെളിപ്പെടുന്നില്ല. കാരണം നമ്മുടെ ശരീരം ഇമ്മോർട്ടൽ ബോഡി അല്ല, മോർട്ടൽ ബോഡിയാണ്. ദി ബോഡി ഈസ് നോ മോർ മോർഫ്ഡ്. അതായത് ഈ ശരീരം മാറാത്ത ഒരു മോർഫ്ഡ് അല്ല, മറിച്ച് ദാറ്റ് ഇറ്റ് ഈസ് ബറീഡ്. ഇത് മരിക്കാൻ, ഇത് അടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ബോഡിക്ക് മോർഫ്ഡ് ആകത്തില്ല, അല്ലെങ്കിൽ ഒരിക്കലും ആൾട്ടേർഡ് ആകാത്ത, ചേഞ്ച് ആകാത്തൊരവസ്ഥയിലല്ല. ഇത് ബെറിയിലേക്ക് പോകുന്നു, നമ്മളതിനെ അടക്കം ചെയ്യപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആയില്ലെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ഒറ്റവാക്കി പറയാം. കർത്താവ് വരുമ്പോൾ തൻ്റെ ശക്തിയോട്, അവൻ്റെ മഹാശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തെ അനുരൂപമാക്കുക എന്ന് പറഞ്ഞാൽ താഴ്ചയുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുക. മെറ്റസ്കിമാറ്റിസോ പറഞ്ഞു. എന്നിട്ട് നമ്മളെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മളെ കൺഫോം ആക്കും. സുമോർഫോസ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം അത് ജോയിൻ ടുഗദർ, അസോസിയേറ്റഡ് വിത്ത് ദ മോർഫ്ഡ്. അതതിൻ്റെ അർത്ഥം. സൂൺ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് വിത്ത്. മോർഫ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈസ്റ്റിന്റെ ബോഡിയാണ്. അതായത് വി പീപ്പിൾ, ദ ബോഡി ദാറ്റ് ഈസ് മെറ്റാസ്കിമാറ്റിസോ ഈസ് കോഫോംഡ് അല്ലെങ്കിൽ കോറിലേറ്റഡ്, അസോസിയേറ്റഡ് ടു ദ മോർഫ്ഡ്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഭൗതിക ശരീരത്തിൽ ഇരിക്കെ തന്നെ തേജസ്കരിക്കപ്പെട്ടവന്റെ ശരീരവുമായി ദൈവം നമ്മെ പൊസിഷനലി അസോസിയേറ്റ് ചെയ്തിരിക്കും. വൺ ഡേ വി ആർ ഗോയിങ് ടു ലീവ് ദിസ് ബോഡി. സോ നമ്മുടെ ബോഡി ലീവ് ചെയ്യുമ്പോൾ ദിസ് റിലേഷൻഷിപ്പ് വിൽ ബി റിയലി എന്തായിത്തീരും? റിയലൈസ്ഡ്. ഇറ്റ്സ് ഹാപ്പൻ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു വലിയ പൊസിഷനിലാണ് നമ്മൾ കർത്താവാക്കി. ഞാൻ ഈ പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ബോധ്യമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നൗ വി ആർ മോർട്ടൽ പീപ്പിൾ, we are immortal people living in a mortal body, associated with the morphed one, conformed to his glorious body. We are soon morphos, soon morphe, അല്ലെങ്കിൽ മോർഫെ എന്ന് പറഞ്ഞാൽ മോർഫെ, മോർഫ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറാത്ത ആ ഗ്ലോറിയസ് ബോഡിയുമായിട്ട് we are united with. This happened AD 70. Now enjoy your immortal life. Believe that you are an immortal person. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ചെയ്യാം. I'll try my level best to explain it later. Thank you.